അതവരാ പറയണത് ഉണ്ടോ ഇല്ലെന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ പറയുന്ന പോലെ നമ്മളൊരു പദമാണ് പറഞ്ഞിട്ട് ആ പദം അതുപോലെ അള്ള അങ്ങോട്ട് പറയണം എന്നാണ്. അത് നമ്മളെ താല്പര്യപ്രകാരം അള്ള മതം ഉണ്ടാക്കണ്ടേ? നമുക്ക് വേണ്ടിയാണ് പടച്ചതമ്പുരാൻ മതം ഉണ്ടാക്കിയത്, നമ്മെ നന്നായി കൊണ്ടുപോകാൻ, നമ്മുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മതം. അതുകൊണ്ട് മതത്തിലൊരു വിഷയം പറയുമ്പോൾ ഞാനത് ഒരു പദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്, ആ പദം അതേപോലെ അള്ള അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഈ ചോദ്യം ദാർഢ്യമാണ്, തികഞ്ഞ ദാർഢ്യം. വിശുദ്ധ ഖുർആനിനോടും പ്രവാചക ചര്യയോടും ഇസ്ലാമിന്റെ ആദർശ അടിസ്ഥാനങ്ങളോടും പക്വതയും അതുപോലെ മാന്യതയും കൂറുപുറന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ നിലക്ക് ചോദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. അല്പം ദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ചോദിക്കേണ്ടത്. ഇതിന് കുറച്ച് ദാർഢ്യം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. റസൂലിൻ പറഞ്ഞത് പോരാ, മതിയോ പോരാ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇസ്ലാമിൻ്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാം, അവർക്ക് താഅത്ത് നൽകാം എന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ഉദ്ധരിക്കാമോ എന്നാ ചോദ്യം. ദാർഢ്യത്തോടു കൂടി തന്നെ ഞാൻ ചോദിക്കുന്നു, ഒരായത്തെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? തആവുനും താഅത്തും ഒന്നാണോ? നിങ്ങൾ അല്ലാഹുവുമായി തആവുനാണോ താഅത്താണോ ഉള്ളത്? അതുപോലെ ഇസ്ലാമിൻ്റെ പുറത്ത് കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം തുടങ്ങിയുള്ള ഇസങ്ങളുമായി ഇഷ്ടപ്പെട്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ശിർക്കാണോ, താഅത്താണോ, തൗഹീദാണോ? ഒന്നുകൂടി ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാൻ കഴിയാമെന്ന ചോദ്യം. മറ്റുള്ള വർത്താനം ഒന്നും എനിക്ക് കേൾക്കേണ്ടിയില്ല.